നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോഴുണ്ടാകുന്ന രോഗാവസ്ഥയാണ് പ്രമേഹം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം നാം ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിലെ അന്നജത്തിലൂടെ ലഭിക്കും. ശേഷം ശരിയായ ദഹന പ്രക്രിയയിലൂടെ ഈ അന്നജം ഗ്ലൂക്കോസായി മാറും. ഈ ഗ്ലൂക്കോസ് രക്തത്തിലൂടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത് ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ സഹായത്താലാണ്. എന്നാൽ ഈ ഇൻസുലിൻ്റെ അഭാവം നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ ആഗിരണം തടസ്സപ്പെടുത്തും. രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുന്നത് മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാൻ കാരണമാകും. ഈ അവസ്ഥയാണ് പ്രമേഹം. ഇന്ന് നമ്മൾ കണ്ടുവരാറുള്ള പ്രമേഹ രോഗികളിൽ കൂടുതലും ടൈപ്പ് 2 പ്രമേഹത്തെ നേരിടുന്നവരാണ്. ജീവിതശൈലി, ഭക്ഷണശീലം, പാരമ്പര്യം തുടങ്ങിയ ഘടകങ്ങളൊക്കെയാണ് ടൈപ്പ് 2 പ്രമേഹത്തിലേക്ക് നയിക്കുന്നത്. ഈ ടൈപ്പ് 2 പ്രമേഹം നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കുന്ന ഒരു വീട്ടുവൈദ്യം പരിചയപ്പെടാം. അതിനായിട്ട് നിങ്ങളൊരു പ്രമേഹ രോഗിയാണെങ്കിലും ചായ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളി ചായ കുടിക്കാം. അത് പ്രമേഹത്തിന് ഏറെ സഹായിക്കും. നമുക്കറിയാം, ലോകമെമ്പാടും പലതരം ചികിത്സകൾക്കായിട്ട് വെളുത്തുള്ളി ഉപയോഗിക്കുന്നുണ്ട്. വെളുത്തുള്ളി പൊടി, വെളുത്തുള്ളി എണ്ണ, പച്ച വെളുത്തുള്ളി, വെളുത്തുള്ളി സപ്ലിമെൻറ്റുകൾ എന്നിങ്ങനെ വിവിധ രൂപത്തിൽ വെളുത്തുള്ളി ലഭ്യമാണ്. നിങ്ങളുടെ മുൻഗണനയ്ക്കും അഭിരുചിക്കും അനുസരിച്ച് വെളുത്തുള്ളി കഴിക്കാനായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് തരം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ചെറു ചൂടുള്ള വെള്ളത്തിലും ഇത് ചേർത്ത് കഴിക്കാം. നിങ്ങൾ ചായ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിലും പ്രമേഹം അല്ലെങ്കിൽ രക്തസമ്മർദ്ദം പോലുള്ള ചില ആരോഗ്യ അവസ്ഥകൾ കാരണം നിങ്ങൾക്ക് ചായ കുടിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിന് നിയന്ത്രണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് വെളുത്തുള്ളി ചായ. വെളുത്തുള്ളി ചായ നമുക്ക് പല വിധത്തിലുണ്ടാക്കാം. എങ്കിലും അതിൽ പ്രധാന ചേരുവകളായിട്ട് നമുക്ക് തേനും വെളുത്തുള്ളിയും നാരങ്ങയും ഉപയോഗിക്കാം. വെളുത്തുള്ളി ചായയിൽ കഫീൻ അടങ്ങിയിട്ടില്ല. ഇത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. ഈ ചായയിൽ കുറച്ചധികം ഗുണങ്ങളും സ്വാദും ചേർക്കാനായിട്ട് നിങ്ങൾക്ക് ഇഞ്ചി, കറുവപ്പട്ട എന്നിവ ചേർക്കാം. വെളുത്തുള്ളിക്ക് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി വൈറൽ ഗുണങ്ങളുണ്ട്. ശൈത്യകാലത്താണ് ആളുകൾ കൂടുതലും വെളുത്തുള്ളി ചായ കുടിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നമ്മളുടെ എനർജി ലെവൽ വർദ്ധിപ്പിക്കാനും മെറ്റബോളിസം മെച്ചപ്പെടുത്താനും സഹായിക്കും. പ്രമേഹ രോഗികൾക്ക് വെളുത്തുള്ളി ചായ നൽകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് പ്രമേഹ രോഗികളിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന അമിനോ ആസിഡ് ഹോമോസിസ്റ്റൈൻ കുറയ്ക്കും. വെളുത്തുള്ളി ഒരു ശക്തമായ ആൻറ്റിബയോട്ടിക് ആണ്. ഇത് നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യം, പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തും. രക്തത്തിലെ പ്രമേഹം മൂലമുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള വീക്കം ഫലപ്രദമായിട്ട് നേരിടാൻ ഇത് സഹായിക്കും. ടൈപ്പ് 2 പ്രമേഹ രോഗികളിൽ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. നമ്മുടെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുകയും പ്രമേഹം മൂലമുണ്ടാകുന്ന ശരീരത്തിലെ കേടുപാടുകൾ കുറയ്ക്കുകയും ചെയ്യും. വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ സി നമ്മുടെ അവയവങ്ങളെ ആരോഗ്യകരവും പ്രവർത്തനപരവുമായിട്ട് നിലനിർത്തും. നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും. പ്രമേഹ രോഗിയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ദോഷം വരുത്തുന്ന സാധാരണ ചായയുടെ മികച്ച ആരോഗ്യപരമായിട്ടുള്ള ബദലാണ് വെളുത്തുള്ളി ചായ. ഇത് നമ്മുടെ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുകയും രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രിക്കാനായിട്ട് വെളുത്തുള്ളി സഹായിക്കുകയും ചെയ്യും. പ്രമേഹം മൂലമുണ്ടാകുന്ന സങ്കീർണതകൾക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും. വെളുത്തുള്ളി ചായ പ്രമേഹ രോഗികൾക്ക് നല്ലതാണെങ്കിലും നിങ്ങളിത് പരീക്ഷിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ഡോക്ടറെ കണ്ട് അദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങിയതിന് ശേഷം മാത്രം ഇതൊക്കെ പരീക്ഷിച്ച് നോക്കുക.